ചേട്ടാ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹമാസിന്റെ തലവൻ പടമായി. ഹമാസിന്റെ തലവൻ എന്ന് പറയുമ്പോ ഹനിയെ ആണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചത്. പക്ഷേ ഹനിയല്ല യഥാർത്ഥത്തില് ഹമാസിന്റെ തലവൻ, അതൊരു പൊളിറ്റിക്കൽ ചീഫ് മാത്രമാണ്. ഹമാസിന്റെ യഥാർത്ഥ തലവൻ ഖത്തറിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമാസിന്റെ ഈ പൊളിറ്റിക്കൽ ചീഫായിട്ടുള്ള ഇസ്മായിൽ ഹനിയ, ഇയാള് ഇറാനിൽ വെച്ച് വധിക്കപ്പെട്ടതോടുകൂടി പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിനുള്ള വഴി തുറന്നിരിക്കുകയാണെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന് ഇത് വലിയ രീതിയിലുള്ളൊരു അഭിമാന ക്ഷതം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇറാന്റെ പ്രസിഡന്റ് ഇപ്പൊ കൊല്ലപ്പെട്ടതേ ഉള്ളൂ, അതിന്റെ പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ലോകരാജ്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇറാന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇസ്രായേൽ അത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർ അഡ്മിറ്റ് ചെയ്യില്ലല്ലോ. കാരണം ഇസ്രായേൽ അങ്ങനെ വധിച്ചു കഴിഞ്ഞാലും ഇസ്രായേൽ പറയില്ലല്ലോ ഞങ്ങളാണ് കൊന്നത്. ഇപ്പം ഐസിസ് പോലുള്ള സംഘടനകൾ ആണെങ്കിൽ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് രംഗത്ത് വരും. പക്ഷെ ഇസ്രായേൽ അങ്ങനെ അല്ലല്ലോ. ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമാണല്ലോ, ലോക രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ആ, ആയുധ ശേഖരമൊക്കെ ഉള്ള രാജ്യമാണല്ലോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹമാസും ഇപ്പോ ഇറാനെ തള്ളി പറയുന്ന ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട്. അതായത് ഇറാൻ സുരക്ഷിതമായിട്ട ഒരു സ്ഥാനമാണെന്നാണ് ഞങ്ങൾ കരുതിയത്. പലതവണ ഇറാനിൽ ഈ ഹമാസിന്റെ നേതാവ് പോയിട്ടുണ്ട്, എങ്കിലും അവിടെ വെച്ച് ഇത്തരത്തിലൊരു ആക്രമണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഹമാസും ഇപ്പൊ ഇറാനെതിരെ ഇപ്പൊ മുനവച്ചുള്ള വാക്കുകൾ പറയുന്നുണ്ട്. ഈ ഏപ്രിലില് സിറിയയിലെ തലസ്ഥാനമായ ഡമാസ്കസില് ഇറാൻ എംബസിയിൽ ഉണ്ടായിരുന്ന ആക്രമണം ഉണ്ടല്ലോ, അതിൽ ഇറാൻ സൈനിക കമാൻഡറിനെ ഇസ്രായേൽ ആ സമയത്ത് മിസൈൽ ആക്രമണത്തിലൂടെ വധിക്കാനൊക്കെ ലക്ഷ്യമിട്ടിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹമാസിന്റെ തലവന്റെ, അതായത് പൊളിറ്റിക്കൽ ചീഫിന്റെ ഈ ഒരു മരണം ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ ഇറാന് ഇസ്രായേലിനോട് ഇപ്പൊ കലിപ്പ് കൂടി കൂടി വരികയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഒരു യുദ്ധത്തിലേക്ക് വഴി തുറക്കുമോ? പിന്നെ ഹമാസിന്റെ ഗതി എന്താവും? അടുത്ത ഞാൻ മനസ്സിലാക്കുന്നത് മൊസാദ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിൽ ഉണ്ടാവുക. മൊസാദ് അടുത്തത് ഇപ്പൊ ഖത്തറിലേക്ക് പോവുകയാണെന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. അതായത് ഇസ്രായേലിന്റെ യഥാർത്ഥ റിയൽ തലവനെ തട്ടിക്കളയാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ ചീഫ് പോയതോടുകൂടി തന്നെ ഇറാന്റെ ഏകദേശം ഫ്യൂസ് ഊരിയ മട്ടാണ്. എങ്കിലും ഒറിജിനൽ ആയിട്ടുള്ള തലവനെ കൂടെ തട്ടണം, അതായത് റിയൽ അതിന്റെ ഹെഡ് എന്ന് പറയുന്ന ഒരാളെ തട്ടണമല്ലോ, അതിനു വേണ്ടി പോകാൻ പോവുകയാണെന്ന് അറിയുന്നു. അപ്പൊ അതിന് ഇറാൻ തടയിടാൻ സാധ്യതയുണ്ടോ? എന്താണ് ചേട്ടന്റെ നിരീക്ഷണം? ഈ ഭീകര സംഘടനകൾക്ക് അങ്ങനെ ഈ ഹമാസ് പോലെ സംഘടനകൾക്ക് അങ്ങനെ ഒരു തലവൻ എന്നുള്ളതല്ല, പല തലവന്മാരാണ്. ഇപ്പൊ ഈ ഉം. ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നത് അവർക്ക് ഈ ഹമാസിന് വേണ്ട ഫണ്ട് എത്തിക്കുക, ഒപ്പം തന്നെ തന്ത്രങ്ങൾ ഒരുക്കുക, യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ആക്രമണത്തിന്റെ തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ അതൊരു ബ്രെയിനാണ്. ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ഇന്നോ നാളെ അവർ പ്രഖ്യാപിക്കാൻ പോകുന്ന പേരുകളിൽ ഒന്ന് ഈ ഖാലിദ് മെഷാൽ എന്ന് പറയുന്ന ഒരു നേതാവാണ് ഹമാസ് ഉം. പ്രഖ്യാപിക്കുന്നത്. ഖാലിദ് മെഷാലിനാണ് കൂടുതൽ പിന്തുണയുള്ളത്. മറ്റൊരു നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖലീൽ അൽ ഹയ്യ എന്ന് പറഞ്ഞൊരു നേതാവാണ്. രണ്ടുപേരും. ഉം. അത് ഖാലിദ് മെഷാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാസയുടെ ഒക്കെ പലസ്തീന്റെ ഒരു ഗാസ പ്രദേശം ഉം. ഹമാസ് കൈവശം വെച്ചിട്ടുണ്ട്, അവിടുത്തെ ഒരു നേതാവാണ്. ഉം. അപ്പോ ഈ ഇസ്മായിൽ ഹനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ നിന്നുള്ള ഫണ്ട് കളക്ഷനും ആ മറ്റു രാജ്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യിക്കുന്നതിലൊക്കെ ഒരു പ്രധാന കണ്ണിയാണ്. അതായത് അവരുടെ നമ്മുടെ എല്ലാ ഈ ഭീകര സംഘടനകൾ, അതായത് ISIS ഒക്കെ നോക്കിക്കഴിഞ്ഞാലും താലിബാന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു പൊളിറ്റിക്കൽ നയതന്ത്രജ്ഞനുണ്ടാകും. ഈ അംബാസഡർ പോലെ തന്നെ ഉം. ഒരു നയതന്ത്രജ്ഞനുണ്ടാകും പൊളിറ്റിക്കൽ. അതായത് ചില രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ നേടുക, ചില രാജ്യങ്ങൾ ഫണ്ടാണ് മെയിൻ ആയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഒരു കക്ഷിയാണ്. ഇപ്പൊ അതാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് അറിയില്ലെങ്കിൽ പോലും അവരിപ്പോൾ ഉടനടി ചെയ്യാൻ പോകുന്നത് ഒരു മിസൈൽ അറ്റാക്ക് നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അവരിത് ഓ. ചെയ്യും. കാരണം അവരെ സംബന്ധിച്ച് അവർ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ ജനങ്ങൾക്ക് ധൈര്യം പകരുക എന്നുള്ളതാണ് ഏത് രാജ്യത്തിന്റെയും കടമ, ഭരണാധികാരികളുടെ കടമ. അപ്പൊ ധൈര്യം പകരണമെങ്കിൽ വെറും വാചക കസർത്ത് കൊണ്ട് മാത്രം മതിയാകില്ല. കാരണം ശരിയാകും, ഇല്ലെങ്കിൽ ശരിയാക്കാം എന്ന് പറയുന്നുണ്ടാകില്ല. പ്രത്യേകിച്ച് ഇറാൻ പോലെ ഈ നമുക്കറിയാം പശ്ചിമേഷ്യയുള്ള ഈ രാജ്യങ്ങളെല്ലാം ഈ എന്താ പറയുക ഓരോ പ്രവിശ്യകളായിരുന്നു പണ്ട് രാജ്യങ്ങളായിരുന്നു. ഉം. അതായത് യുദ്ധക്കൊതിയന്മാരായ പ്രഭുക്കളാൽ നിറഞ്ഞിരിക്കുന്ന പ്രവിശ്യകളായിരുന്നു. അപ്പൊ ഇവരുടെ ഒരു ബ്ലഡിൽ തന്നെ ഇവർക്ക് ഈ പോരാടുക എന്നൊരു സാധനം ഇവർക്കുണ്ട്. ഗോത്രവർഗ്ഗങ്ങളാണ് ഈ പോരാട്ടവിലുള്ള ഗോത്രങ്ങളും അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഉം. പ്രവിശ്യകളും കാര്യങ്ങളൊക്കെ ഉം. അത് പിന്നീട് രാജ്യങ്ങളായി മാറും. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ ഇറാൻ ഇപ്പോൾ ഉടനടി ചെയ്യാൻ സാധ്യതയുള്ളത് ഇസ്രായേലിനെ ടെൽ-അവീവിലേക്കോ ഇല്ല മറ്റെവിടെങ്കിലേക്കോ മുമ്പ് ചെയ്തതുപോലെ 10,000-2,000 മിസൈലുകൾ പല വഴിക്ക് കൊടുത്തുവിടുക. പക്ഷെ ഇറാൻ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്, വിവിധ അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്, ഇറാന്റെ കൂടെയുള്ള സഖ്യസേന എന്ന് പറയുന്ന യമൻ, സിറിയ, ഇറാഖ് തുടങ്ങിയിടത്ത് സഖ്യസേനകളെ കൂട്ടിക്കൊണ്ട് തങ്ങൾ ആക്രമിക്കും എന്നാണ് പറയുന്നത്. അത് ആക്രമണമല്ല, അതൊരു യുദ്ധത്തിലേക്ക് കലാശിക്കത്തുള്ളൂ. ഒരുപക്ഷെ ഇപ്പോൾ അതെ. എനിക്ക് തോന്നുന്നത് ഇറാൻ ഇപ്പോൾ കുറെ മിസൈലുകൾ തൊടുത്തു വിട്ടുകഴിഞ്ഞാൽ ഇസ്രായേൽ പെട്ടെന്ന് പ്രതികരിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല തിരിച്ച്.
അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ അവരിപ്പോ ഇങ്ങനെ ഒരു വലിയൊരു അറ്റാക്ക് നടത്തിയിട്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായ ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തുനിന്ന് വരും. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക. അതിനുശേഷം വീണ്ടും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ തിരിച്ചടിക്കുക എന്നുള്ള രീതിയിലേക്ക് അവർ നീങ്ങും. തൽക്കാലം അതിനൊരു വലിയ തിരിച്ചടി. ഇസ്രായേലിന്റെ പക്ഷേ അയൺ ഡോം സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കുന്നില്ല. അവിടെ നിന്ന് മിസൈൽ തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത് നിർവീര്യമാക്കാൻ അല്ല അവർക്ക് സാധിക്കില്ലേ അല്ല ഇപ്പോഴും? അതിനെയും മറികടന്നുകൊണ്ടാണല്ലോ മുമ്പ് വീണത്. അപ്പോ അതെ. എങ്കിലും അവരതിനെ തകർത്തു. ഇതിനകത്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നേരെ മറിച്ച് ഇറാൻ മിസൈൽ ഇടുകയും അതേ സമയം തന്നെ ഇസ്രായേൽ പ്രതികരിക്കുകയും ചെയ്താൽ ഇത് പെട്ടെന്ന് യുദ്ധത്തിലേക്ക് നീങ്ങും. ഉം. അതിനുള്ള സാധ്യത ഇപ്പം നിലവിൽ കാണുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലുതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പശ്ചിമേഷ്യയുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് വഴിയൊരുക്കും. ഇപ്പം നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരാണ് ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ജോലി ചെയ്യുന്നത്. നമുക്ക് പഴയ ഒരു യുദ്ധത്തിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ ഇതുവരെ പോയിട്ടില്ല. ഇറാഖ്, ഈ കുവൈറ്റ് വാർ. അപ്പം അത് ആ രാജ്യത്തെ മാത്രം, ഗൾഫ് കൺട്രീസിനെ മാത്രമല്ല, അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അല്ലെ? അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നവരെ, ഇറക്കുമതി ചെയ്യുന്നവർ, അവിടെ തൊഴിലെടുക്കുന്നവർ, എല്ലാവരെയും അത് ബാധിക്കുന്ന ഒരു വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന അമേരിക്ക തന്നെയായിരിക്കും. കാരണം അവർക്കാണ് ഉം. ഏറ്റവും കൂടുതൽ ബിസിനസ് ട്രേഡിങ്സും ഒക്കെ ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുളവാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ ഒരു ട്രേഡിങ്സ് ഉം. ബ്രേക്ക് ആയാൽ വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ആ ഒരു സ്പേസിലേക്ക് ചിലപ്പോൾ ഇന്ത്യയോ ചൈനയോ ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടന്നു കയറും. അതായത് ഒരു യുദ്ധത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യം. അത് മാത്രമല്ല, ഈ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രൊട്ടക്ഷൻ അമേരിക്കയുടെയാണ്. കാരണം അവരാണ് അതിന് സൈനിക സഹായം നൽകുന്നതും സൈന്യമാണ്. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും ഒരു യുദ്ധത്തിന് പോകാനായിട്ട് ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ അവർ തയ്യാറാകില്ല. അപ്പൊ അല്ല, അതുകൊണ്ട് ഈ എനിക്ക് സൗദി അറേബ്യ തോന്നുന്നു പോലുള്ള രാജ്യങ്ങളിൽ ഈ അരാംകോ പോലെയുള്ള വലിയ എണ്ണ ഉൽപാദന മേഖലകളിൽ അമേരിക്കയുടെ കയ്യിലാണല്ലോ. സൗദിയിൽ എണ്ണ ഉണ്ടെന്നേ ഉള്ളൂ, അത് മൊത്തം ഉൽപ്പാദിപ്പിച്ച് എടുത്തുകൊണ്ട് പോകുന്നത് അമേരിക്കയാണെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ അതൊക്കെ തകർന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ ഇതാവില്ല. അപ്പൊ ചേട്ടൻ അവര് പറഞ്ഞു ചെയ്യില്ലത്. വരുന്നത് ഇറാൻ ഇസ്രായേലിന് നേരെ വലിയൊരു യുദ്ധത്തിന് ഉടനെ തന്നെ തിരിയും, ഇസ്രായേലിനെ തീർക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല. ഇപ്പൊ ഇറാൻ ഇപ്പോൾ ഉം. ഉടനടി ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപും ചെയ്തതുപോലെ തന്നെ ഇപ്പൊ ഇതിന് പ്രതികാരം എന്ന നിലയിൽ ചിലപ്പോൾ ഇന്നോ നാളോ, ഇല്ലെങ്കിൽ ഈ ഹനിയയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നുണ്ട്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഈ ഉം. ആയത്തുള്ള ഖമേനി പങ്കെടുക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം അതിനുശേഷം ഒരുപക്ഷെ ഒരു മിസൈൽ അറ്റാക്ക് നേരത്തെ ഉം. മുമ്പൊക്കെ ചെയ്ത കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10,000-2,000 മിസൈലുകൾ തൊടുത്തു വിട്ടുകൊണ്ട് ഒരു അറ്റാക്ക്. കാരണം ഒരു അടിക്ക് ഒരു തിരിച്ചടി, ഉം. ഒരു ജനങ്ങൾക്ക് ഒരു കുറച്ചുകൂടെ ധൈര്യം പകരുന്ന രീതിയിൽ ഒരു അറ്റാക്കിന് ശ്രമിച്ചേക്കാം. പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലവിലില്ല. യുദ്ധത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ നിന്നും തിരിച്ചു ഇങ്ങോട്ട് വരണമല്ലോ. ഇസ്രായേൽ ഉം. പെട്ടെന്ന് അതിനകത്തോട്ട് പ്രതികരിക്കാനുള്ള തയ്യാറാകുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ വരുന്ന മിസൈലുകളെ തടുക്കാനുള്ള സംവിധാനം അവരിപ്പോൾ നിലവിൽ ചെയ്യുകയുള്ളൂ. കാരണം ഇസ്രായേൽ കൂടി അതിനെ പ്രതിരോധിച്ച് ഇറാനിലേക്ക് മിസൈലുകൾ പായിക്കുകയാണെങ്കിൽ അത് യുദ്ധത്തിലേക്ക് തീരും. നിലവിലത്തെ അത് സാഹചര്യം കേട്ടോ, എന്റെ ഒരു വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്റെ ഒരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന് അങ്ങനെയാണെങ്കിൽ രണ്ട് വാർ ഫ്രണ്ട് തുറക്കേണ്ടി വരുമല്ലോ. ഈ ഒന്ന് പാലസ്തീനിലോട്ടും പിന്നെ വേറൊന്ന് രണ്ട് പോരാ, ഇറാനിലോട്ടും. രണ്ട് പോരാ, ആ. രണ്ട് പോരാ. ഉം. ലെബനൻ അവർ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ലം- അതുപോലെ അതാ, തന്നെ അത് പിന്നെ ഈ അത് പിന്നെ യുദ്ധം മൊത്തത്തിൽ യുദ്ധത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ആ തർക്കമില്ലല്ലോ. ഇപ്പൊ തന്നെ ലെബനിൽ അവരെ കയറി അടിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ഒരു കേന്ദ്രമാണ്. ഉം. കാരണം ഇതിനകത്ത് ഉം. ഈ രാജ്യങ്ങൾ തമ്മിലല്ല, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കാൻ പോകുന്ന കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഹമാസ് മാത്രമല്ല, ഹിസ്ബുള്ള അടക്കമുള്ള ഈ ഇറാന്റെ ബേസ് ചെയ്തിട്ട് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൂതി വിമതരടക്കമുള്ള ഗ്രൂപ്പുകളുണ്ട്. അതെ അത് അതെ അതെ പല അതെ വഴിക്ക് അതെ നിന്ന് അതെ. പല വഴിക്ക് നിന്ന് അറ്റാക്ക് വരും. ഈ ലെബൻ മാത്രമല്ല, യമൻ ഉം. ഉം. ഇല്ലെങ്കിൽ ഈ ഉം. ഉം. തുർക്കി അടക്കമുള്ള രാജ്യം ഇത് വേറൊരു രീതിയിലേക്ക് മാറും. അതുകൊണ്ട് ഇപ്പൊ ഉം. ഉം. ഇറാൻ ഇപ്പൊ പൊടുന്നനെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു കുറെ മിസൈലുകൾ വിട്ടിട്ടോ മറ്റോ ഉം. ഒരു തിരിച്ചടി പ്രതീതി ജനിപ്പിക്കും. പക്ഷെ അതിനകത്ത് ഇസ്രായേൽ കയറി അതെ. കൊത്താൻ സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത് നിലവിൽ. പിന്നെ അത് തുടരുകയാണെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കും. അല്ല, ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഹിസ്ബുള്ളയിലൂടെയാണല്ലോ ഇറാൻ ഇസ്രായേലിനെതിരെ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവരെല്ലാവരും കൂടെ ഇറാനെതിരെ വരുമ്പോൾ എന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഇറാൻ ഇവരുടെ ഫണ്ടിങ് ഇസ്രായേലിന് നമുക്കറിയാം, അതായത് ഇസ്രായേൽ. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് ഡൗട്ട് ഉണ്ട്. അത് ഇവരുടെ ഫണ്ടിങ് നമുക്കറിയാമല്ലോ. അതായത് ഈ സിറിയ, ഇറാഖ്, ഇറാൻ, പിന്നെ ഈ പാലസ്തീൻ, ഇവരുടെ ഫണ്ടിങ് നമുക്കറിയാം. നമ്മളെ ഇന്ത്യ തന്നെ ഒരു യുദ്ധത്തിൽ, അതായത് പാകിസ്ഥാന്റെ കൂടെ ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ചൈന പെട്ടെന്ന് വന്ന് ആ സാഹചര്യം മുതലെടുത്തൊരു യുദ്ധത്തിന് നമ്മുടെ കൂടെ വന്നത്. അപ്പൊ വന്നപ്പോ നമ്മൾ തളർന്നു പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ചൈനയുടെ കൂടെയുള്ള യുദ്ധത്തിൽ നമ്മൾ തോറ്റത്. അപ്പോ ഇപ്പോ ഇസ്രായേൽ ഓൾറെഡി തങ്ങളുടെ ആയുധങ്ങളെല്ലാം കൃത്യമായിട്ട് പാലസ്തീൻ നേരെ ഉപയോഗിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്നു. അപ്പുറത്തുനിന്ന് സിറിയയിൽ നിന്നും യമനിൽ നിന്നും ഹിസ്ബുള്ളയുടെ സഹായത്തോടു കൂടി അവർ ആക്രമണം വരുന്നു. അങ്ങനെ എല്ലായിടത്തു നിന്നും ആക്രമണം വരുമ്പോ ഇതിന് ഇസ്രായേലിന് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? ഇവരുടെ ഫണ്ട് എവിടെ നിന്നാണ് ഇസ്രായേലിന്? ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം.
ഇസ്രായേൽ ഉം. ആയാലും ഇറാൻ ആയാലും ആണവായുധ രാജ്യം. ഇറാൻ അത് അംഗീകരിക്കുന്നില്ല. അതാണല്ലോ ഒരു പ്രധാന പ്രശ്നം. ഇറാൻ ആയുധങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് ചൊല്ലിയാണല്ലോ ഈ ലോകരാജ്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആയിട്ടാണ് നടക്കാണ്. ഇവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അത് ഇവർ പൊടുന്നനെ ഏതെങ്കിലും ഒരു രാജ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസ്ഥ എന്താകും? അതെ. അതൊരു വലിയ കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിന്റെ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക തന്നെയാണ്. അതാ ഞാൻ മുമ്പ് ഒരു ഉം. ചർച്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ, ഇസ്രായേൽ ഈ ബഹളം വെക്കുമ്പോൾ അമേരിക്ക എന്നിട്ട് പറയും, നീ ബഹളം വെക്കരുത്, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. കാരണം ഈ ഇസ്രായേൽ ഉം. ഈ അലമുണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം അമേരിക്കയ്ക്കാണ്. ഈ പശ്ചിമേഷ്യയിൽ ഗൾഫ് കൺട്രീസ് അടക്കമുള്ളിടത്ത് അവരുടെ വ്യാപാരം തകർന്നു. അപ്പൊ എന്ത് പറ്റും? അവരാണ് ഇസ്രായേലിന് ഓഫർ കൊടുക്കുന്നത്, നീ അനങ്ങരുത്, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തരും, ഞങ്ങൾ ഏറ്റവും പുതിയ ആയുധം തരും. എന്ന് വെച്ചാൽ അവര് അമേരിക്ക തന്നെ പരസ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ മൂത്ത ചേട്ടൻ പറഞ്ഞാൽ ഇസ്രായേൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഫണ്ട് വേണ്ട. ഈ വെടിയുണ്ട മാത്രം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എത്ര നാൾ വെടിവെക്കാനും ഈ സാധനങ്ങൾ വേണ്ടേ? ആക്രമിക്കാനും ആയുധങ്ങൾ വേണം. ഇതിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും വേണം. അപ്പൊ ഈ അമേരിക്കയാണ് അവരുടെ ഒരു ഫണ്ട് ഒരു കൺട്രി മെയിൻ ആയിട്ട്. പിന്നുള്ളത് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസ് ഒക്കെ അവർക്ക് ചെയ്യുന്നുണ്ട്, സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ പോകുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഏതായാലും അമേരിക്ക പറയുന്നതിന് പാടെ ധിക്കരിച്ചുകൊണ്ട് ഒരിക്കലും ഇസ്രായേൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ഉം. ഇത് ചെയ്തിട്ട് മുമ്പോട്ട് പോയില്ല ഒരിക്കലും. അതാ ഞാൻ പറഞ്ഞത്, ഇറാൻ ഇപ്പൊ പൊടുന്നതിനെ ഒരു പ്രതികാരം എന്ന നിലയിൽ കുറെ മിസൈലുകൾ മറ്റോ വിടാനുള്ള സാധ്യതയുള്ളൂ. അതിനെ പെട്ടെന്നൊരു തിരിച്ചടി ഇസ്രായേൽ കൊടുക്കാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ പോകുന്ന യുദ്ധത്തിലേക്കായിരിക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ട് കഴിഞ്ഞാല് അണുവായുധം പ്രയോഗിച്ചില്ലെങ്കിൽ പോലും ഈ അണുവായുധ നിലയങ്ങളുണ്ട്. ഇസ്രായേലിന് നന്നായിട്ട് അറിയാം ഇറാനിൽ എവിടെയൊക്കെ അണുവായുധ നിലയങ്ങളുള്ളത്. തിരിച്ചും അറിയാൻ പറ്റും. ഈ അണുവായുധ നിലയങ്ങൾ തകർത്താലും പോരെ, അണുവായുധം പ്രയോഗിക്കലല്ല ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള അടിക്ക് എല്ലാവരും ഭയക്കുന്ന കാര്യം എന്താണ്? ഉക്രൈനിലുള്ള അണുവായുധ നിലയങ്ങളിൽ കൊണ്ട് തകർത്ത് കഴിഞ്ഞാൽ മൊത്തം ഈ ചെർണോബിലൊക്കെ ആണവ ദുരന്തം ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതാണ്. അത് എന്തുമാത്രം അതെ. ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ അണുവായുധം അതെ. പ്രയോഗിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോഴില്ല ഒരു രാജ്യം. പകരം ആ രാജ്യത്തുള്ള അണുവായുധ നിലയങ്ങൾ തകർക്കുകയാണ്. നമ്മുടെ ആണവ രാജ്യത്തും ഇല്ലേ നിലയങ്ങൾ. എന്തുമാത്രം ആണവ നിലയങ്ങൾ? നമ്മുടെ രാജ്യത്തില്ലേ ആണവ നിലയങ്ങൾ ഒരുപാട്. അപ്പം ആ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അവിടെ അത് തകർക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ബാധിക്കും. അപ്പൊ അതൊന്നും പ്രത്യക്ഷത്തിൽ പോകാനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഒരു ചെറിയ അടിയും തിരിച്ചടിയും ഉള്ള ഒരു രീതിയിലേക്ക് തൽക്കാലത്തേക്ക് അത് മൂവ് ചെയ്യാൻ സാധ്യത നിലവിൽ കാണുന്നു. കാരണം ലോകത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്. ഇതിപ്പോ ഇറാനോ ഉം. ഇസ്രായേലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യമോ മാത്രമല്ല, ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കൊക്കെ വലിയ നഷ്ടമാണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇപ്പൊ തന്നെ നമുക്ക് ആ ചബ്ബാർ തുറമുഖം വഴിയായിട്ടാണ് നമ്മുടെ പിന്നെ കച്ചവടം, ഉം. നമ്മൾ ചരക്ക് കടത്തിനൊക്കെ നമ്മൾ അതിന്റെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് പോകും. അങ്ങനെ ഒരു വലിയൊരു ഇത് വരും. കാരണം ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ രാജ്യം അതോട് തകർന്നു. നമ്മൾ കണ്ടിട്ടില്ല ഈ യമനായാലും ഇറാഖ് ആയാലും സിറിയ ആയാലും എന്തിനേറെ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ ഒക്കെ ഗതികേട് അവസ്ഥ നമ്മൾ കണ്ടില്ല. അപ്പൊ ഉം. അതിലേക്ക് പോകാനായിട്ട് ഇപ്പൊ ഇറാനൊന്നും അത്തരത്തിലേക്ക് നീങ്ങാൻ അവർ താല്പര്യപ്പെടത്തില്ല. മറ്റു രാജ്യങ്ങൾ പോലൊന്നും അല്ല. ഇപ്പൊ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പോലെ അല്ലെങ്കിൽ യമൻ പോലെയൊന്നും ഉള്ള രാജ്യമല്ല ഇറാൻ. കുറച്ചുകൂടെ ഒക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന തലയുള്ള വിഭാഗമാണ് അവര്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരുന്നു. ഉം. അവർ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരുന്നു ആ മേഖലയിലെ. അപ്പം അവർ അങ്ങനൊന്നും പോകില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് അവരിപ്പം സാമ്പത്തികമായിട്ട് അല്പം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു വലിയ പങ്കാളി ഇന്ത്യയാണ്. മറ്റൊന്ന് ഇപ്പൊ റഷ്യക്ക് എന്ന് പറഞ്ഞാൽ റഷ്യ അവരുടെ പങ്കാളിയാണെങ്കിൽ പോലും റഷ്യക്ക് ഇപ്പൊ അവരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം റഷ്യയും ഉക്രൈനും തമ്മിൽ അടിച്ചോണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഇറാന്റെ ഒരു ഇങ്ങനെ ചൈന അങ്ങനെ അവര് ഒന്നും പച്ച പിടിക്കാനുണ്ട്, സാമ്പത്തികമായിട്ട് മുമ്പോട്ട് വരാൻ ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഇസ്രയേലിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നാളെ ഈ യുദ്ധമൊന്നും ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് സാമ്പത്തിക പരാധീനത വരും. നമ്മളെ കണക്കുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ജനതയുടെ പ്രത്യേകിച്ച് അവർ എ സി റൂമിലിരുന്ന് മൊബൈൽ നോക്കും. ഇറാൻ രണ്ട് അടി കൊടുത്തു, മറ്റവൻ ഈ ഫുട്ബോൾ മാച്ച് കാണുന്ന യുദ്ധം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഉം. അവർക്കറിയില്ല ഇതിന്റെ ഒരു തിക്ത ഫലം എന്താണ്. അവർ നോക്കുമ്പോൾ ഇസ്രായേൽ ഒരാളെ തട്ടി പിറ്റേ ദിവസം മറ്റേ ഇറാൻ എത്ര പേരെ തട്ടും, ഈ ഒരു കണക്കാണ് അവർ നോക്കുന്നത്. പക്ഷെ അതിന്റെ ഇമ്പാക്ട് ഏറ്റവും കൂടുതൽ വരുന്നത് സാധാരണപ്പെട്ടവരെ. ഈ നമ്മൾ ഈ സ്കോർ ബോർഡ് കൊള്ള അടിക്കട യുദ്ധം വന്ന് കലക്കി നമ്മൾ ഈ സപ്പോർട്ട് പിടിച്ച് ഭയങ്കരമായിട്ട് ആവേശം കൊള്ളുമ്പോൾ ആലോചിക്കുക, ഉം. ഇപ്പൊ 106 രൂപ നിൽക്കുന്ന പെട്രോള് യുദ്ധം കൊടുമ്പിരി കൊണ്ട് കഴിയുമ്പോൾ 160 രൂപയിലേക്ക് പോകും. അപ്പൊ നമുക്ക് ആ ആവേശം പതുക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എണ്ണയുടെ കാര്യം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. യുദ്ധമൊന്നും അല്ലാതെ ഒരു കോവിഡ് വന്നപ്പോഴത്തേനും ലോകത്തിന്റെ സാമ്പത്തിക ഉം. നട്ടല് തകർന്ന് തരിപ്പണമായിപ്പോയി. അപ്പൊ ഉം. എനിക്ക് തോന്നുന്നത് ഉടനടി ഇപ്പൊ നടക്കാൻ പോകുന്ന സംഭവം ഇതായിരിക്കാം.
ഒരുപക്ഷെ ഈ ഹനിയയുടെ ശവസംസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ശവസംസ്കാര ദിവസമോ ഇസ്രായേലിന് നേർക്ക് ഒരു ചെറിയ അറ്റാക്ക് ഇറാൻ നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒപ്പം ഇത് മുതലെടുത്തുകൊണ്ട് ഈ ഭീകര സംഘടനകൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ഇസ്രായേൽ എംബസികളോ ഇസ്രായേലിന്റെ സ്കൂളുകള് ഇസ്രായേലിന്റെ ആരാധനാലയം ജൂത ആരാധനാലയങ്ങൾ ഒക്കെ ലക്ഷ്യം വെച്ച് നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഒരു തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഇസ്രായേലിന് കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി ഇസ്രായേൽ ജൂതജനത അങ്ങനെ അധികമായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ അത് ഭയക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇസ്രായേലിനെ കിട്ടിയില്ലെങ്കിൽ അവരുടെ കൈ കൂട്ടുകാരെന്ന നിലയിൽ വേണമെങ്കിൽ അതിനോടനുബന്ധിച്ചിരിക്കുന്ന അമേരിക്കൻസിനെ ആക്രമിക്കാം, UK ആക്രമിക്കാം, ഓസ്ട്രേലിയക്കാരെ ആക്രമിക്കാം, ഇന്ത്യൻസിനെ ആക്രമിക്കാം. പക്ഷെ ഇന്ത്യക്ക് ഇറാനുമായും നല്ല ബന്ധമാണുള്ളത്. അങ്ങനെ ചിലപ്പോൾ ഈ ഭീകര സംഘടന, രാജ്യമല്ല ഭീകര സംഘടന അങ്ങനെ ഒരു അറ്റാക്ക് വരും ദിവസങ്ങൾ നടത്താനുള്ള സാധ്യത കൂടുതലാണ്. പണ്ട് നമുക്കറിയാം നമ്മുടെ ദില്ലിയിലെ ഈ ഇസ്രായേൽ എംബസിയുടെ സമീപം കാറിനകത്ത് ബോംബ് പൊട്ടിച്ചതും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള അറ്റാക്കിന് ചിലപ്പം ഈ ഭീകര സംഘടനകൾ തുനിയാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. അത് ഈ ഹൂതി വിമതരായാൽ തന്നെ ഈ സൗദി അറേബ്യയിലൊക്കെ ചിലപ്പം അവര് അവിടെ ഈ അമേരിക്കയാണല്ലോ സൗദി അറേബ്യ, അവര് മുമ്പ് ആക്രമിച്ചിട്ടുണ്ട്. സൗദിയുടെ വിമാനത്താവളത്തിലൊക്കെ ഹൂതി വിമതര് മിസൈൽ തൊടുത്ത് വിട്ട ചരിത്രമൊക്കെ ഉള്ള അങ്ങനെ ഒരു അതാ ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ ഈ അലമ്പാക്കാനായിട്ട് ഈ രാജ്യങ്ങളല്ല ഇതിന്റെ ഇടയ്ക്ക് ഈ സംഘടന ശ്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അത് ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ തന്നെ വലിയ സംഭവങ്ങൾ ഈ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് സുരക്ഷിതം എന്ന് വിചാരിച്ചിരുന്ന ഇറാനിൽ കയറി 2 ലക്ഷ്യങ്ങളാണ് അവർ സാധിച്ചെടുത്തത്. ഒന്നാമത്തെ കാര്യം 24 മണിക്കൂറിനിടെ ഒന്ന് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറായ ബെയ്റൂട്ടിലെ വീട്ടിൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തി. 2 ഹമാസിന്റെ പൊളിറ്റിക്കൽ ചീഫായിട്ടുള്ള ഹനിയെ കൊല്ലപ്പെടുത്തി. അങ്ങനെ 2 ആക്രമണങ്ങൾ അവർ നടത്തി. ഇസ്രായേൽ തെളിയിച്ചിരിക്കുന്നത് ഇറാൻ, അതായത് ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് സുരക്ഷിതം എന്ന് വിചാരിച്ചിരിക്കുന്ന ഇറാൻ സുരക്ഷിതമല്ല, ഞങ്ങൾ അവിടെയും കടന്നു കയറും, ഞങ്ങളുടെ ശക്തികൾ അവിടെയും ഉണ്ടെന്നാണ് ഇസ്രായേൽ തെളിയിച്ചിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള അഭിമാനക്ഷതം ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ബീച്ചേട്ടൻ പറയുന്നത് പോലെ ഒരു മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം മാത്രമേ നടത്തുകയുള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും വലിയൊരു യുദ്ധത്തിലേക്ക് സംഭവം പോകാതിരിക്കട്ടെ. അങ്ങനെ പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും 70% ഉള്ള കണക്ക് കൂട്ടൽ. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് ഇതിന്റെ മാറ്റൊലികൾ അല്ലെങ്കിൽ അലയൊലികൾ എന്ന് നമുക്ക് കണ്ടറിയാം. താങ്ക് യു ബിജർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.